ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ല. ഊർജ്ജ വിതരണം പൂർണ്ണമായും സുരക്ഷിതവും സുസ്ഥിരവും നടക്കുന്നു. പ്രതിസന്ധിയുണ്ടെന്ന തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ വീടരുതെന്നും കേന്ദ്രം. വിവരങ്ങളുമായി ഷബ്നയാണ് ചെയ്യുന്നത്. ഷബ്ന, ഒരു വലിയ ആശ്വാസ വാർത്ത തന്നെയാണ് എത്തുന്നത്. പ്രതിസന്ധി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും സംസ്ഥാനത്ത് പല കടകളും പൂട്ടിക്കിടക്കുകയാണല്ലോ. ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡീസൽ, പെട്രോൾ, അതോടൊപ്പം തന്നെ അതിലും ഉപരിയായി ഗ്യാസ്, ഈ പാചകവാതകം അടക്കമുള്ളവയ്ക്ക് വലിയ ക്ഷാമമുണ്ട് എന്ന രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ഹോട്ടലുകൾ അടക്കമുള്ളവ പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അത്തരത്തിലൊരു യാതൊരുവിധ സാഹചര്യവും ഇന്ത്യയിലില്ല. ഔദ്യോഗികമായ സൈറ്റുകളെയും ഔദ്യോഗിക വിവരങ്ങളെയും മാത്രമാണ് ജനങ്ങൾ ആശ്രയിക്കേണ്ടത്. തെറ്റായ പ്രചരണത്തിൽ വീഴരുത്. യാതൊരുവിധ പ്രതിസന്ധിയും ഇപ്പോൾ ഗ്യാസോ അല്ലെങ്കിൽ പെട്രോളിയമോ ഡീസലോ ആയി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു. തെറ്റായ പ്രചരണം നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയും കേരളത്തിലടക്കം ചില ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത് ഇന്ത്യയിലെ അത്തരം പ്രതിസന്ധി ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പെട്രോൾ കമ്പനിയായ നയാര എനർജി അവരുടെ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ റിഫൈനറി അടച്ചുപൂട്ടുന്ന അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ വലിയ ആശങ്കകൾ ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് അവശ്യ വസ്തുക്കളുടെ വിലവർധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നത് സംബന്ധിച്ച്, പാചകവാതകത്തിൻ്റെ ക്ഷാമം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ ഉറപ്പു നൽകുന്നത് അത്തരത്തിലൊരു പ്രതിസന്ധി നിലവിൽ ഇന്ത്യയിൽ ഇല്ല. പിന്നീട് വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഏതായാലും നിലവിൽ അത്തരത്തിലുള്ള പ്രതിസന്ധി ഇല്ല എന്ന് തന്നെ അറിയിക്കുന്നു. ആശങ്ക നിലനിൽക്കുമ്പോഴും ഇന്ത്യയിൽ ഊർജ്ജ വിതരണം സുരക്ഷിതമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകുന്നത്. വിവരങ്ങൾ നൽകിയത് ഷബ്നയാണ്.